ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആർ കെ ജൂനിയർ. NMMS എക്സാമിൽ നമ്മൾ മാറ്റ് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ അത് 90 ഔട്ട് ഓഫ് 90 തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയെല്ലാം ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. സോ പോയിന്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രധാന ടോപ്പിക്കുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, മാറ്റിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് മാറ്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, അടിസ്ഥാന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുക. ഷോർട്ട് കട്ട്സും ബേസിക്സും, ഇത് മാറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്ക്വയേഴ്സ് ഒക്കെ അല്ലേ, വർഗ്ഗങ്ങൾ 1 മുതൽ 20 വരെയുള്ള സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുക. അതേപോലെ ക്യൂബ്സ് പഠിച്ചു വെക്കുക. ബേസിക്സ് ആയിട്ട് വരുന്ന കുറച്ച് ഫോർമുലാസും ഇക്വേഷൻസും ഓരോരോ ഷേപ്പിന്റെ ഏരിയ, പെരിമീറ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ട കുറെ ബേസിക്സ് കാര്യങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റ് ABCD ആൽഫബറ്റിന്റെ ഓർഡറും അത് നമ്പർ ക്രമത്തിൽ പഠിച്ചു വെക്കുക. പാറ്റേൺ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തൊക്കെ നമുക്ക് കോഡിംഗ് ഡീകോഡിങ്ങിനൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ബേസിക് കാര്യങ്ങൾ ആദ്യം അങ്ങ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. അത് ശ്രദ്ധിക്കണേ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ട്രിക്ക് ഒക്കെ വെച്ച് പഠിക്കാം. നമ്മുടെ കൂടെ കൂടിയാൽ മതി. ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് അത് എളുപ്പത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെടാ. മൂന്നാമത്തെ പോയിന്റ്, ടൈം മാനേജ്മെന്റ്. അത് വലിയൊരു പ്രശ്നമാണ്. 90 മാർക്കും 90 ക്വസ്റ്റ്യൻസും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചുരുക്കി പറഞ്ഞാൽ 1 മിനിറ്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക. ആ 1 മിനിറ്റിൽ ചെയ്യുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിന്റെ മുകളിൽ അത് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച് എക്സാം ഹാളിൽ ഇരുന്ന് നമ്മൾ അതിന്റെ മുകളിൽ തന്നെ വർക്ക് ചെയ്താൽ ബാക്കി ചോദ്യം ചെയ്യാനുള്ള ടൈം ആയിരിക്കും പോവുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കണം. പിന്നെ പെട്ടെന്ന് ചെയ്യാൻ അറിയുന്ന ആൻസർ, വേഗം കിട്ടുന്ന ആൻസറുകൾ വേഗം ചെയ്തു പോവുക. ബബിൾ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ ടൈം മാനേജ്മെന്റ് റെഡി ആവുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഒരുമിച്ചത് റെഡിയാക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത പോയിന്റ് കാണുമ്പോൾ മനസ്സിലാവും. ഫോർത്ത് പോയിന്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ പരിപാടി ചെയ്യാം. ടൈം വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് 90 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 90 മിനിറ്റ് കൊടുത്തിട്ട് തന്നെ നല്ല വൃത്തിക്ക് ചെയ്തു നോക്കുക. അതൊരു കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമയം നിങ്ങൾക്ക് വരുന്നുണ്ട്, എവിടെയാണ് ലാഗ് വരുന്നത്, എന്ത് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ടൈം വെച്ച് തന്നെ ചെയ്യണം. അതല്ലാതെ ഓരോന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മളൊരു ദിവസം മുഴുവൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിരിക്കും. ആ പരിപാടി വേണ്ട. കൃത്യമായി ടൈം വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു പോയിന്റ് ആണിത്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, യൂസ് എലിമിനേഷൻ മെത്തേഡ്. നോർമലി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ സ്കൂളിൽ എക്സാമിന് എഴുതുന്നത് പോലെ ആൻസർ കണ്ട് എങ്ങനെയൊക്കെയാ ചെയ്തെന്നുള്ള സ്റ്റെപ്പ് മുഴുവൻ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം നമുക്ക് NMMS എക്സാമിന് ഇല്ല. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയത് എടുത്താൽ പോരെ. അപ്പൊ ഓപ്ഷൻ കാണുന്ന സമയത്ത് തന്നെ ചിലത് നിങ്ങൾക്ക് അതിന് ഓക്കെ അല്ല എന്ന് തോന്നുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അത് കഴിഞ്ഞ് അടുത്തത് അതിന് സെറ്റ് ആവുമെന്ന് ആൻസറിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഓപ്ഷന് തിരിച്ച് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ഇവിടെ സൂട്ട് ആവുന്നതാണോ, ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് എലിമിനേഷൻ മെത്തേഡ് വഴിയും ചില ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ടഫ് ആണെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും തിരിച്ച് ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ആൻസർ എളുപ്പമായിട്ട് മാറാം. അപ്പൊ നിങ്ങൾ ഈ പോയിന്റുകളെല്ലാം നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റുക. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ.